ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു വളരെ നല്ല വേക്കൻസിയാണ്. ഈ ബാങ്ക് ഓഫ് ബറോഡയുടെ വേക്കൻസി ഇടാൻ കാര്യം ഇത് 10th പാസ്സായവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. പലരും എനിക്ക് മെസ്സേജ് പലപ്പോഴും ചെയ്യുന്നുണ്ട്. 10th പാസ്സായവരുടെ കാര്യങ്ങൾ, നിങ്ങളെല്ലാം ഗ്രാജുവേറ്റ്, അതിന് മേളിലോട്ടുള്ള വേക്കൻസികളായി ഇടാറുള്ളത്. അപ്പം 10th-കാർക്ക് വേക്കൻസി ഒന്നും വരുന്നില്ല എന്ന് ചോദിച്ച് പലരും മെസ്സേജ് ചെയ്ത് അതിന്റെ പേരിലാണ് പല വേക്കൻസികളും ഞാൻ പെൻഡിങ് വെച്ചിട്ടാണ് ഈ 10th പാസ്സായവർക്ക് വേണ്ടി. 10th പാസ്സായിട്ട് വീട്ടിൽ വെറുതെ നിൽക്കുന്ന, അല്ലെങ്കിൽ ജോലി ഇതുവരെ ആയില്ലെങ്കിൽ അവർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിയാണ്. ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബാങ്കാണ്. അപ്പം ഇതെന്ന് പറയുന്ന 10th പാസ്സായവർക്ക് അതിനേക്കാൾ കൂടുതൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. കേരളത്തിൽ വേക്കൻസി ഉള്ളപ്പോൾ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതും കേരളത്തിൽ 2 സ്ഥലങ്ങളിലാണ് ഇന്റർവ്യൂ ഉള്ളത്. ഒന്ന് തിരുവനന്തപുരത്താണ്, ഒന്ന് കൊച്ചിയിലാണ്. അപ്പം നിങ്ങൾക്ക് ഈ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ നിങ്ങൾ അത് നോക്കി നിങ്ങൾക്ക് പോയി പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒറ്റ എക്സാമേ ഉള്ളു, അതും 10th പാസ്സായവരുടെ ഒരു രീതിയിലുള്ള എക്സാമാണ്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് പോകാം. വേക്കൻസി എന്തൊക്കെ വേക്കൻസിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫീസ് ഉണ്ടോ, എക്സാം ഫീസ് ഉണ്ടോ, അല്ലെങ്കിൽ എക്സാം എന്തൊക്കെയാണ്, അതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏജ് ലിമിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ എൻഡിങ് വരെ കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ ലൈക്കും ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ലൈക്കും സബ്സ്ക്രൈബുമാണ് നിങ്ങൾ എനിക്ക് തരുന്ന മോട്ടിവേഷൻ. ആ മോട്ടിവേഷൻ നിങ്ങൾ തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഈ കാണുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ നോട്ടിഫിക്കേഷനാണ്, അവരുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണിത്. അപ്പം ഒരാൾ എനിക്ക് ഞാനൊരു ആക്സിസ് ബാങ്കിന്റെ വേക്കൻസി ഇട്ടിരുന്നു. അപ്പൊ എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുകയും മറ്റും ചെയ്യുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അല്ലാതെ വേറെ ഞാനിപ്പോ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിനെന്ത് പൈസ ചെലവാകും. അപ്പം നിങ്ങൾ പൈസ ഇനി ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീസുള്ള ജോബുകൾ വന്നാലും അതിന് ആപ്ലിക്കേഷൻ അയക്കുന്ന അവരുടെ ബാങ്കിന്റെ ലിങ്കിലേക്കാണ്, അല്ലാതെ വേറൊരു പർട്ടിക്കുലർ തേർഡ് പാർട്ടിയിലേക്കല്ല നിങ്ങൾ അയക്കുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. കാര്യം ഞാൻ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടാറില്ല. എല്ലാം 100% ശരിയായ കാര്യങ്ങളുടെ വീഡിയോയും ഞാൻ ഇടാറുള്ളൂ. അപ്പൊ നിങ്ങൾ വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കുക. അത് കണക്ക് തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബാങ്ക് ഓഫ് ബറോഡയുടെ വേക്കൻസിയാണ് റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റ്, അതായത് ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണിത്. പിയൂൺ, ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പിയൂൺ, നിങ്ങൾക്കറിയാം ഒരു ബാങ്കിൽ അവര് 10,000, 10,000 അല്ലെങ്കിൽ 5,000, 6,000 കൊടുത്തൊരു പിയൂണിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു കാഴ്ചയിലായിട്ട്. അപ്പൊ ആ പിയൂൺ അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നു, ഫയൽ എടുത്തുകൊണ്ട് വരുന്നു, ഫയൽ സ്റ്റാഫിന് കൊണ്ട് കൊടുക്കുന്നു. അതുകൂടാതെ മറ്റുള്ള കാര്യങ്ങൾ, ഈവൻ കമ്പ്യൂട്ടർ വരെ പഠിക്കുന്നു. പക്ഷെ ആദ്യമായിട്ട് ബാങ്ക് ഓഫ് ബറോഡ ഇത് കണക്ക് ഓഫീസർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ പിയൂണിന്റെ വേക്കൻസി തന്നിരിക്കുകയാണ്. ഇതൊരു എല്ലാവർക്കും ആദ്യമായിട്ട് വരുന്ന വേക്കൻസി ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട്, പക്ഷെ ആർക്കും അത്ര അറിവ് കാണത്തില്ല. ഇത് ഞാനാണ് ഇന്ന് തൊട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ഇന്നാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഫ്രം 3/5/2025 എന്നാ പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീസ് 23/5/25. അതായത് ഈ 3-ാം തീയതി തൊട്ട് ഇന്ന് തൊട്ട് തുടങ്ങിയാൽ ഈ മാസം 23 വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ് ഇത്. പിയൂണിന്റെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പിയൂണാണ്. അഡ്വൈസറി ചെക്ക് ബാങ്ക് വെബ്സൈറ്റ്, നിങ്ങൾ ബാങ്ക് വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യണം. റെഗുലർലി ഫോർ ഡീറ്റെയിൽ ആൻഡ് അപ്ഡേറ്റ്. ഇതിൽ ഒരു ബോണ്ടും ഇല്ല. ഈ ഒരു പലരും ഈ ഇടയ്ക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഈ ഒരു ജോലി ബോണ്ടിലല്ല, ഇത്ര വർഷം വരെ നിങ്ങൾ ചെയ്യണമെന്നുള്ള ബോണ്ടിലല്ല. നിങ്ങൾ റെഗുലർ ആണ്, അല്ലെങ്കിൽ പെർമനന്റ് ജോബാണിത് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ കിട്ടാൻ പോകുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് ഈ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ ജോബാണ്.
അപ്പോൾ അവർ പറയുന്നത് റെഗുലറായിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക, അവിടെ വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും. ആൾ കറസ്പോണ്ടൻസ് ബിൽ മെയ്ഡ് ഒളി ഓൺ ദ ഇമെയിൽ ഐ ഡി മെൻഷൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ആ ഇമെയിൽ ഐ ഡി കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയിലൂടെ നിങ്ങൾ എഴുതാൻ കാര്യം ആ ഇമെയിൽ ഐ ഡി അവിടെ രജിസ്റ്റർ ആയിരിക്കും. The process of registration or application is completed only when fee is deposited. അതായത് നിങ്ങൾ ഇതിനൊരു ഫീസ് ഉണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ഈ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 600 രൂപയും ബാക്കിയുള്ള SC ST അങ്ങനെയുള്ളവർക്ക് 100 രൂപയുമാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ 600 രൂപ കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ ഈ ഒരു കാര്യം ഓർക്കണം. അത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ അതുകൂടെ പറഞ്ഞോട്ടെ. 500 ആൾ ഓവർ ഇന്ത്യ വേക്കൻസിയാണ്, 500 വേക്കൻസിയാണുള്ളത്. നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. അപ്പം ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഉള്ള വേക്കൻസികൾ ഇവിടെ തന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, ചണ്ഡീഗഡ് എന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡൽഹി, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു, ജാർഖണ്ഡ്, കർണാടകയിൽ 31 ഉണ്ട്. കേരള ഇവിടെ തന്നിട്ടുണ്ട്, കേരള സെപ്പറേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. കേരളയിൽ 19 വേക്കൻസിയാണുള്ളത്. കേരളയിൽ ടോട്ടൽ വന്നിട്ട് എല്ലാ സ്റ്റേറ്റിലും കൂടെ 500 വേക്കൻസി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇത് CST അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, SC STയുടെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ഓഫ് പൊസിഷൻ ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിങ്ങളുടെ പൊസിഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഓഫീസ് അസിസ്റ്റന്റിന്റെ അല്ലെങ്കിൽ പിയൂണിന്റെ വേക്കൻസിയാണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത്. 10ാം ക്ലാസ് പാസ്സായവർ അല്ല, നിങ്ങൾക്ക് 600 രൂപ ചിലവാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺഫേം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കണം. ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ് ഇവിടെ പറയുന്നുണ്ട്. ഓഫീസ് അസിസ്റ്റന്റ് നമ്പർ ഓഫ് വേക്കൻസീസ് 500. ഏജ് 18 തൊട്ട് 26 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ SC ST അങ്ങനെയുള്ള ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ഏജ് കൺസിഡറേഷൻ ഉണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. പാസ്ഡ് ദ 10th സ്റ്റാൻഡേർഡ് SSLC മെട്രിക്കുലേഷൻ 10 പാസ്സായവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രൊവിഷൻ ഇൻ ദ ലോക്കൽ ലാംഗ്വേജ്, നിങ്ങൾ മലയാളികളാ, അതായത് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് പരീക്ഷ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു ഇത് വരുന്നുണ്ട് പരീക്ഷ. അതായത് 100 മാർക്കിന്റെയാണ്. അതിൽ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് നോളേജാ, അത് ഇംഗ്ലീഷിലാണ്. ബാക്കി 3 ഇതുണ്ട്, സിലബസ് ഉണ്ട്. ആ 3 നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എഴുതുവാൻ പറ്റും. നിങ്ങൾ ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. അപ്പം നമ്മുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും നിങ്ങളുടെ പരീക്ഷ എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കിയുള്ളത് മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതുവാൻ പറ്റും. അപ്പം ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇതിന്റെ എക്സാമിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ വേറെ ഒന്നും നോക്കുന്നില്ല. കാര്യം ഒറ്റ ക്വാളിഫിക്കേഷനെ അവർ ചോദിക്കുന്നുള്ളൂ, 10ാം ക്ലാസ് പാസ്സായവരെ. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത്, ശമ്പളം എന്ന് പറയുന്നത് 19,500 എന്ന് പറയുന്ന ബേസിക് പേ ആണ്. 19,500 നിങ്ങൾക്ക് ഏതാണ്ട് 37,815 രൂപ നിങ്ങൾക്ക്, അതായത് ഇവിടെ ഈ ലാസ്റ്റ് തന്നിരിക്കുന്ന ഇത് 37,815 രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും. നല്ല സാലറിയാണ്. ഇനി ബാക്കിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ട്. നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. നിങ്ങളുടെ ഏജ് ആസോൺ, ഞാൻ നേരത്തെ ഏജിനെ പറ്റി പറഞ്ഞ് 18 തൊട്ട് 26 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഏജ് ആസോൺ 1/5/25, ഈ മെയ് 1-ാം തീയതി നിങ്ങളുടെ ഈ ഒരു 18-നും 26-നും ഇടയിലായിരിക്കണം. റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിക്കണം ആർക്കൊക്കെ കിട്ടുമെന്ന് അവിടെ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഒരു പ്രാവശ്യം മുന്നേ പറഞ്ഞതാ, എങ്കിലും ഇവർ വീണ്ടും പറയുന്നത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഷാൽ 10th സ്റ്റാൻഡേർഡ് പാസ്, SSLC മെട്രിക്കുലേഷൻ പാസ് ഓർ ഈക്വലന്റ് എക്സാമിനേഷൻ പാസ്. മെട്രിക്കുലേഷൻ എന്നിവർ എടുത്തെടുത്ത് പറയുന്നു. കാൻഡിഡേറ്റ് ഇന്റൻഡിംഗ് ടു അപ്ലൈ ഫോർ ദ സെറ്റ് പോസ്റ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദേ ഫുൾഫിൽ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ. കേരളത്തിലെ ഈ ഒരു ടേബിൾ കാണിച്ചായിരുന്നു. ഇതിനകത്ത് കേരളത്തിൽ 19 വേക്കൻസി ഉണ്ട്. ആ 19 വേക്കൻസിയിൽ നിങ്ങൾക്ക് കൊച്ചിയിൽ പോയി പരീക്ഷ എഴുതാൻ പറ്റും. അത് കണക്ക് തന്നെ ഈ നിങ്ങൾക്ക് തിരുവനന്തപുരത്തും പരീക്ഷ എഴുതാൻ പറ്റും. അവിടുന്ന് നമ്മളിങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഫീസ് ഞാൻ പറഞ്ഞ് ഇനി പരീക്ഷ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
ഇത് 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഇവിടെ പറയുന്നുണ്ട് നോളേജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നിങ്ങൾക്ക് അത് 25 മാർക്കിന്റെയാണ്. 25 മാർക്കിന്റെ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേ ഉള്ളൂ. 20 മിനിറ്റ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. ഈ നോളേജ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പിന്നെ മലയാളത്തിൽ ചോദിക്കാൻ പറ്റത്തില്ല, അത് ഇംഗ്ലീഷിലായിരിക്കും. ബാക്കി ജനറൽ അവയർനെസ്, എലിമെന്ററി അരിത്തമാറ്റിക്സ്, ഫിസിയോതെറിക്സ് ടെസ്റ്റ്, റീസണിങ്, ഇതെല്ലാം നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എഴുതാൻ പറ്റും. ഇംഗ്ലീഷ്, ഹിന്ദി, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലെ ലാംഗ്വേജ് ആണ് ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും നിങ്ങൾക്ക് പരീക്ഷ എഴുതാമെന്ന്. നെയിം ഓഫ് സ്റ്റേറ്റ് ഇവിടെ പറയുന്നുണ്ട്. മീഡിയം എക്സാമിനേഷൻ, ലോക്കൽ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതാമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ താഴോട്ട് വരണം. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതിനും താഴെയാണ് കൊച്ചിയുണ്ട്. കൊച്ചി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൂടാതെ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കൊച്ചിയിലും തിരുവനന്തപുരത്തും നിങ്ങൾ എഴുതണം. മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. കട്ട് ഓഫ് സ്കോറൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ഒരുപാട് നീളും. അപ്പോഴത്തേക്ക് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഞാൻ ലിങ്ക് തരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ തരുന്നുണ്ട്. അത് നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നോക്കണം. എന്താണ് നോട്ടിഫിക്കേഷനിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാനുള്ളത്, അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ഇനി ഇതിന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ www.bankofbaroda.in/career.htm ഇത് ഞാൻ ഈ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് ലിങ്കിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കണക്ക് തന്നെ നോട്ടിഫിക്കേഷനെയും കൊടുത്തേക്കാം. അപ്പം നിങ്ങളോട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു അഭ്യർത്ഥനയുള്ളത്, ഇത് കണക്കുള്ള വേക്കൻസികൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നു. അപ്പോഴത്തേക്ക് നിങ്ങളോട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ദയവായിട്ട് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.